Hello everyone, welcome back to the channel Comrade CA. This is your friend CA Amit. ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മുകളിലാണ് ബേസ്ഡ് ഓൺ എ റിക്വയർമെൻറ്റ് ഓഫ് എ വ്യൂവർ CA ഫൗണ്ടേഷൻ ബിസിനസ് ലോ. എങ്ങനെയാണ് ഞങ്ങൾക്ക് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഞങ്ങൾക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ഇതിനകത്ത് ചില മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ലൈക്ക് നമുക്കിത് ടോട്ടലി മെമ്മറൈസ് ചെയ്തിട്ട് റൂട്ട് ലേണിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, പിന്നെ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ടെക്നിക്കിലൂടെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ക്വയറീസൊക്കെ റിസോൾവ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് വീഡിയോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യൂഷ്വലി CA ഫൗണ്ടേഷൻ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിച്ചിട്ടുണ്ടാകും 11th and 12th അക്കൗണ്ട്സും എക്കണോമിക്സും, പിന്നെ മേ ബി സയൻസ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ്ലി മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇംഗ്ലീഷ്, ഓക്കെ, ഇങ്ങനെയുള്ള സബ്ജക്ട്സാണ് ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവുക ഈ സ്റ്റുഡൻസ്. ആൻഡ് അതൊക്കെ അവർക്ക് അറിയുന്ന ഒരു സബ്ജക്ട്സാണ്. ആൻഡ് പാറ്റേണും അവർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പാറ്റേണാണ്. പക്ഷേങ്കിൽ ബിസിനസ് ലോ ഒരു പുതിയ ഒരു സബ്ജക്റ്റ് ആയിരിക്കും എല്ലാവർക്കും. സോ അതുകൊണ്ട് ബാക്കിയുള്ള സബ്ജക്ട്സിലൊന്നും അവർക്ക് അത്ര പ്രോബ്ലം ഉണ്ടാവില്ല. ബിസിനസ് ലോ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, ബിക്കോസ് ദിസ് ഈസ് എ ന്യൂ സബ്ജക്റ്റ്. അപ്പോൾ ബിസിനസ് ലോയിൽ കുറച്ച് ഡിഫിക്കൽട്ടി അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർക്കൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജനറലി ഒരു മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഒരു സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഇത് മെമ്മറൈസ് ചെയ്യണോ, എന്താണ് മെമ്മറൈസ് ചെയ്യേണ്ടത്, ഈച്ച് ആൻഡ് എവരി വേർഡ് ഓർ ലൈൻ മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, മേ ബി റോഡ് ലേണിംഗ് ആണോ യൂസ് ചെയ്യേണ്ടത്. ലൈക്ക് ബിക്കോസ് വായിച്ച് നോക്കുമ്പം ഇതെന്താണ് ലോ ലാംഗ്വേജ്, ഒരു വല്ലാത്തൊരു ലോ ലാംഗ്വേജ് പോലെ നമുക്കത് കറക്റ്റായിട്ട് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല റോ ലാംഗ്വേജ്. അല്ലെങ്കിൽ ഡെഫിനിഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എഴുതേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. മൈ ഡിയർ ഫ്രണ്ട്, ദർ ഇസ് നോട്ട് ദ ട്രൂത്ത്. അങ്ങനെ റോഡ് ലേണിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലോ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ ടെക്നിക്ക് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ വേയിലാണ് അതിനെ പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് യു നീഡ് ടു ഐഡൻറ്റിഫൈ ദി കീവേഡ്സ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ സബ്ജക്ട്സിൽ ഞാൻ ചിലത് പറഞ്ഞിട്ടുണ്ട്. ഫോർ ഇൻ ABC അനാലിസിസിലൊക്കെ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. അവൻ കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ലോയിൽ എസ്പെഷ്യലി അങ്ങനെ വേറെ ഞങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഒരു ലൈൻ വായിക്കുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ചില വേർഡ്സ് ഉണ്ട്. അതാണ് കീവേഡ്. ഹോൾ ഓഫ് ദ സെൻറ്റൻസ് റീറ്റെയിൻ ചെയ്യാതെ അതിനകത്ത് ജസ്റ്റ് കീവേഡ് മാത്രം റീറ്റെയിൻ ചെയ്താൽ മതി. അതിനകത്തുള്ള കോൺസെപ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. അത് ശരിക്കും ഓർത്ത് വെക്കണം. ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിനകത്തുള്ള കീവേഡ് എന്താണെന്ന് ഓർത്ത് വെക്കണം. ദാറ്റ് മീൻസ് ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ അത് ഒരു പോയിന്റ് വൈസായിട്ട് ഞങ്ങൾക്ക് ഈ കീവേഡ് എഴുതി വെക്കണം. ഓക്കെ, ഈ പറഞ്ഞ കണ്ടൻറ്റിൽ ഇതൊക്കെയാണ് കീവേഡ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയുക, ആ കോൺസെപ്റ്റിൻ്റെ ഒരു ക്ലിയർ ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇത് ചെയ്യുന്നതിന് മുന്നേ, ഈ കീവേഡ്സ് വരുന്നതിന് മുന്നേ ഞങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് ലോ ടോപ്പിക് റിവൈസ് ചെയ്യാനും പഠിക്കാൻ വേണ്ടിയിട്ടും ലോൻ്റെ നല്ല ലെക്ചേഴ്സ്, റിവിഷൻ വീഡിയോസ് അടക്കമുള്ള നല്ല ടോപ്പിക് വൈസുള്ള കോൺസെപ്റ്റ്സൊക്കെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. ആൻഡ് അതൊക്കെ ധാരാളം ബെസ്റ്റ് കണ്ടൻറ്റാണ് അവൈലബിൾ ആണ്. സോ യു ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ അതിനകത്ത് സജഷൻസ് ഒന്നും കൊടുക്കുന്നില്ല, ബിക്കോസ് ഓൾവേസ് ബെസ്റ്റ് കണ്ടൻറ്റ്സ് ആർ പുട്ട് ഇൻ ദാറ്റ്. അത് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ്റെയാണ്. അതാദ്യം ചെയ്തിട്ട് ബാക്കിയെല്ലാം ചെയ്താൽ മതി എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. യു ക്യാൻ, ഇഫ് വെൻ യു റീഡ്, ഇഫ് യു ഫൈൻഡ് സം ഡിഫിക്കൽട്ടി, ദെൻ യു ക്യാൻ ജസ്റ്റ് ചെക്ക് വിത്ത് ദി വീഡിയോസ്. പിന്നെ അടുത്ത കാര്യം, എവിടെ നിന്നാണ് പഠിക്കേണ്ടത് ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ അത് മാത്രം ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇനഫ്. ഇനി അഥവാ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സൊക്കെ ജോയിൻ ചെയ്ത് ലോജിക്കോ അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സിൽ ലക്ഷ്യ അങ്ങനെ ഏതെങ്കിലും ക്ലാസ്സൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് ബെസ്റ്റ് യു ഷുഡ് ദാറ്റ്. പക്ഷേങ്കിൽ ഞങ്ങൾ ICA സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് പുറത്തായിട്ടുള്ള എന്തെങ്കിലും റിലവൻ്റ് അങ്ങനെ എന്തെങ്കിലും കണ്ടൻറ്റ് പോകുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. അങ്ങനെയല്ല, അത് അങ്ങനെയൊന്നും ചെയ്യാതെ സ്റ്റഡി മെറ്റീരിയലായിട്ടുള്ള റിലവൻ്റായ കണ്ടൻറ്റ് മാത്രം വായിച്ചാൽ മതി. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. Okay, so now
ഈ കീവേഡ്സിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിലോട്ടേക്ക് വരാം. ഇഫ് കീവേഡ്സ് ആർ റീറ്റെയിൻഡ് ആൻഡ് ഈ കോൺസെപ്റ്റിനകത്ത് കീവേഡ്സ് റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നിങ്ങൾ സ്വന്തം ലാംഗ്വേജിൽ നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ മൂവ് അഹെഡ് ബൈ ദിസ് സ്റ്റഡി പാറ്റേൺ. സിമ്പിൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡെഫിനിഷൻ ഓഫ് കൺസിഡറേഷൻ എഴുതുമ്പോൾ ആ ഫുൾ ഡെഫിനിഷൻ ഒരു 3-4 ലൈനിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത്, അത് ജസ്റ്റ് വെറുതെ ബ്രേക്ക് ചെയ്യല്ല ചെയ്യുന്നത്, ആ കോൺസെപ്റ്റിനെ ഞങ്ങൾ പിക്ക് ചെയ്യുകയാണ്. ലൈക്ക് ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ഓക്കെ, സെക്കൻഡ് പോയിൻ്റായിട്ട് promisee or any other person. Okay, that would be the second point. Then the third point would be has done or abstained from doing anything. ചെയ്തിട്ടുണ്ട്, പിന്നെ ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രോമിസ്. ആൻഡ് abstain or promise to do something in the future. സോ ഇതിനകത്ത് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ എല്ലാം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 4 പോയിൻ്റായിട്ട് ഡെഫിനിഷൻ ഓഫ് കൺസിഡറേഷനെ ബ്രേക്ക് ചെയ്യും. പക്ഷേ ഞങ്ങൾ ഫുൾ ലൈൻ ബൈ ലൈനായിട്ട് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും എവിടെയും കണക്ട് ചെയ്യാത്ത പോലെ ഞങ്ങൾ ലോസ്റ്റ് ആയിപ്പോകും. അപ്പോൾ ഞങ്ങൾ റീറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനകത്ത് എന്തായിരുന്നു ആ വേർഡ്സിൻ്റെ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ മനസ്സിലാവാത്ത ഒരവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ജസ്റ്റ് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്ന ആ കാര്യം ജസ്റ്റ് റൈറ്റ് ഡൗൺ ദാറ്റ് ഈസ് ദി കീവേഡ്സ്. ആ കീവേഡ്സിനെ അണ്ടർലൈൻ ചെയ്യുക, അതിന് ഓർത്ത് വയ്ക്കുക. അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ ഫസ്റ്റ്, നെക്സ്റ്റ് the promisee or any other person, that is second. Third, has done or abstained from doing or promise, that is the third point. Fourth point is abstain from doing something from doing in the future. അങ്ങനെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെയ്യാം. അപ്പോൾ ഈ 4 പോയിന്റ് ആലോചിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ കൺസിഡറേഷൻ എന്താണ്, ഡെഫിനിഷൻ ഓഫ് കൺസിഡറേഷൻ നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് വായിച്ചതിന് ശേഷം മേ ബി നിങ്ങൾക്ക് ഈ മൊഡ്യൂൾസിൽ തന്നിട്ടുള്ള എക്സാമ്പിൾ, ഓക്കെ, എല്ലാ എക്സാമ്പിളും നോക്കേണ്ട, ചില എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത്. ഈ എക്സാമ്പിൾസിൽ ആ ട്വിസ്റ്റ് ആൻഡ് ടേൺ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കൊരു നല്ല ക്ലിയർ ഐഡിയ കിട്ടും. ഓക്കെ, സോ ദാറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് യു. ആൻഡ് ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദിസ് കീവേഡ്സ് യു ഷുഡ് റിവൈസ് ദിസ് റിപ്പീറ്റഡ്ലി. ഓക്കെ, ഒരു കോൺസെപ്റ്റിനെ പറ്റി ഉള്ള റിവിഷൻ നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുക. ഓക്കെ, ആൻഡ് ദീസ് കീവേഡ്സ് ക്യാൻ ബി മെമ്മറൈസ്ഡ്. അതിൻ്റെ ബേസിസിൽ നിങ്ങൾ ഈ കീവേഡ്സ് എഴുതിയിട്ട് അതിൻ്റെ കൂടെ തന്നെ റെസ്റ്റ് ഓഫ് യുവർ ലാംഗ്വേജ്, നിങ്ങൾ ഓൺ ലാംഗ്വേജിൽ നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാക്സിമം മാർക്സ് ഫെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, സോ വിത്ത് ദാറ്റ് നൗ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഞാനൊരു ചെറിയ ABC അനാലിസിസ് ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ABC അനാലിസിസിനകത്ത് വരുന്നത്. സോ ഫൗണ്ടേഷനിലെ ബിസിനസ് ലോ എന്ന് പറയുമ്പം ബിസിനസ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് സെഗ്രിഗേറ്റഡ് ആണ്. ദാറ്റ് ഇസ് 60 മാർക്സ് ഫോർ ബിസിനസ് ലോ ആൻഡ് 40 മാർക്സ് ഫോർ റിപ്പോർട്ടിംഗ്. സോ ഇതിനകത്ത് ABC അനാലിസിസ് എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി എ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? കോൺട്രാക്ട് ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട്, കമ്പനീസ് ആക്ട്. ഈ 3 ടോപ്പിക്കും വരുന്നത് 50 മാർക്സിനാണ്. ഓക്കെ, 50 മാർക്സിനാണ് ഈ 3 ടോപ്പിക്കും വരുന്നത്. ഇത് കുറച്ച് റിലേറ്റീവ്ലി ഈസിയാണ്. കോൺട്രാക്ട് ആക്ടും പാർട്ട്ണർഷിപ്പും കമ്പനീസ് ആക്ടൊക്കെ ഈസിയാണ്. ഓക്കെ, പിന്നെ ഇത് ഏത് കണ്ടൻറ്റിനാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്? ICA സ്റ്റഡി മെറ്റീരിയൽ. ഇതിന് കീവേഡ്സ് ശരിക്കും നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് ചെയ്യേണ്ടത്? ഓക്കെ, യു ഹാവ് ഓൾ RTPs, മിനിമം ഓൾ RTPs എന്ന് പറയുമ്പോൾ എത്ര RTP? ഒരു 6-7 RTP നിങ്ങൾ റെഫർ ചെയ്യണം. പാസ് പേപ്പേഴ്സ്, എത്ര പാസ് പേപ്പേഴ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും ആ പാസ് പേപ്പർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്യുക. ദാറ്റ് ഈസ് ഇനഫ്. ഓക്കെ, അധികം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. സോ RTP ആൻഡ് പാസ് പേപ്പേഴ്സ് ഇനഫാണ്. അതിൻ്റെ ഒരു കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 50 മാർക്സ് കറക്റ്റായിട്ട് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ICA സ്റ്റഡി മെറ്റീരിയൽ എന്ന് വായിക്കേണ്ടത്? അതിനകത്തും ഞാൻ പറയാം, ഹെഡിങ് എല്ലാ കോൺസെപ്റ്റിൻ്റെയും ഹെഡിങ് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അലോങ് വിത്ത് ദാറ്റ് കീവേഡ്സ്. ദാറ്റ് മീൻസ് ഒരു ബുക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ് ഇതാണ് അതിൻ്റെ അകത്തുള്ള കീവേഡ്സ് റീറ്റെയിൻ ചെയ്യുക. ആ കീവേഡ്സ് എഴുതുമ്പം തന്നെ അതൊക്കെ ഒരു കണക്റ്റഡ് കീവേഡ്സ് ആയിരിക്കണം. ഈ ലൈക്ക് 1 or 3 കീവേഡ്സ് അതിനകത്ത് ഒരു ഹെഡിങ്ങിൻ്റെ ഉള്ളിൽ വരുമ്പം അതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടാവണം. സോ ദാറ്റ് വെൻ യു റൈറ്റ് ഇൻ യുവർ ലാംഗ്വേജ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയിരിക്കണം. വെറും കീവേഡ് അവിടെ എഴുതി വരരുത്. ആ കീവേഡ് നിങ്ങൾ ഓൺ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഈസി.
ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് കാറ്റഗറി ബി. നൗ കാറ്റഗറി ബിയിലുള്ളത് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ആൻഡ് LLP ആക്റ്റാണ്. ഓക്കെ, എൽ എൽ പി ആക്ട്. സോ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് കുറച്ച് വാസ്റ്റുമാണ്, അപ്പം കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ. പക്ഷേ എന്നാൽ ഇതിനകത്ത് അധികം മാർക്സിൻ്റെ ചോദ്യമൊന്നും വരുന്നില്ല. ഒരു 10 to 15 മാർക്സിൻ്റെ ഒരു ചോദ്യമേ വരുള്ളൂ. ഇതിനകത്തും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിനും ഹെഡിങ്ങും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. RTP പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് ചെയ്താൽ മതി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 50 മാർക്സ് അധികം ഈ ഹോൾ ഓഫ് ബിസിനസ് ലോ ആൻഡ് റിപ്പോർട്ടിൻ്റെ അകത്ത് 50 മാർക്സ് തിയറിയാണ് വരുന്നത്. പിന്നെ ഒരു 45ൻ്റെ അടുത്തായിട്ട് ഈ പ്രാക്ടിക്കൽ കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ളത് വരുന്നുള്ളൂ. ഓക്കെ, ഈ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. സോ ഡയറക്റ്റ്ലി നിങ്ങൾ തിയറി മുകളിൽ ഫോക്കസ് ചെയ്യുക. അപ്പം യു ക്യാൻ ഗെറ്റ് ബെസ്റ്റ് റിസൾട്ട്സ്. ബിസിനസ് റിപ്പോർട്ടിംഗ് വരുന്നത് 40 മാർക്സാണ്. ആ ബിസിനസ് റിപ്പോർട്ടിങ്ങിൻ്റെ അകത്ത് കാറ്റഗറി ABC ഒന്നുമില്ല. ബിസിനസ് റിപ്പോർട്ടിംഗ് ഫുള്ളി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽട്ടൊന്നുമില്ല. ലൈക്ക് ബിസിനസ് റിപ്പോർട്ടിംഗ് ഡിഫിക്കൽട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ 12th മുന്നേയുള്ള ലാംഗ്വേജ് മൈറ്റ് ബി മലയാളമോ ഹിന്ദിയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ സോ ഇറ്റ് ബിക്കംസ് ബിറ്റ് ഡിഫിക്കൾട്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. നിങ്ങൾ പ്രാക്ടീസാണ് ഇവിടെ ഏറ്റവും വലിയ കീ ബിസിനസ് റിപ്പോർട്ടിങ്ങിൽ. ബിസിനസ് റിപ്പോർട്ടിങ്ങിൽ എന്താണ് വരുന്നത്? ലെറ്റർ റൈറ്റിംഗ്, നോട്ട് റൈറ്റിംഗ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, ഇതൊക്കെ ഞങ്ങൾ 11th 12th കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളതാണ്. 10th അല്ലേ കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടെ കുറച്ച് ഹാർഡ് കോറായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ ലെറ്റർ റൈറ്റിംഗ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, നോട്ട് റൈറ്റിംഗ് ഇതൊക്കെ ഒന്ന് എന്താ പറയുക പ്രാക്ടീസ് റിക്വയർഡ് ആണ്. അപ്പോൾ പ്രാക്ടീസിന് വേണ്ടി എവിടുന്ന് ഇതേപോലെ തന്നെ RTPസും പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കിയാൽ മതി. ഈ പറഞ്ഞ RTPയും പാസ്റ്റ് പേപ്പേഴ്സിൽ നിന്ന് ഈ ഓൾഡ് പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റഡ്ലി അവർ ചോദിക്കുക. അപ്പോൾ അതിനകത്ത് അതേ ക്വസ്റ്റ്യൻ തന്നെയല്ല, അതേ പാറ്റേൺ തന്നെയായിരിക്കും. അപ്പോൾ അതിനകത്ത് ആ പാറ്റേൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഈ പാറ്റേണൊക്കെ മനസ്സിലാക്കാൻ RTPയും പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മതി. അപ്പോൾ ഇതിനകത്ത് ഈ പ്രാക്ടീസാണ് ഇതിനകത്ത് കുറച്ച് റിക്വയർഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് ABC കാറ്റഗറി ഒന്നുമില്ല. ബിസിനസ് റിപ്പോർട്ടിംഗ് കംപ്ലീറ്റ്ലി മസ്റ്റ് ബി ഡൺ ആൻഡ് ദാറ്റ് ഈസ് ഫോർ 40 മാർക്സ്. ഓക്കെ, ഇതൊക്കെയാണ് ബിസിനസ് റിപ്പോർട്ടിങ്ങിൽ കവർ ആവുന്നത്. സോ ദിസ് ഇസ് ഓൾ 60 മാർക്സ് 40 മാർക്സ് ആൻഡ് ഇറ്റ് ബിക്കംസ് ബിറ്റ് ഈസി. അപ്പോൾ റോഡ് ലേണിങ്ങിൻ്റെ ആവശ്യമില്ല. കീവേഡ്സ് റീറ്റെയിൻ ചെയ്യുക, മനസ്സിലാക്കുക ആൻഡ് മൂവ് അഹെഡ്. ഓക്കെ, സോ ബിസിനസ് ലോ ദർ ഇസ് നത്തിങ് മച്ച് ടു ബി ഫിയർഡ്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. റൈറ്റ് ആൻസർ ഇൻ പോയിൻറ്റ്സ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ്. ഓൾവേസ് റൈറ്റ് ആൻസർ ഇൻ പോയിൻറ്റ്സ്. ആൻസർ എഴുതുന്നതും നിങ്ങൾ പഠിക്കുമ്പോഴും തന്നെ അതിന് ഹെഡിങ് പോയിൻറ്റ്സ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ആൻസർ തന്നെ. ആൻഡ് നമ്മൾ ഒരു എക്സാമ്പിൾ കണ്ടില്ലേ, ഡെഫിനിഷൻ എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്തത്. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പോയിൻറ്റ്സിന് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഇഫ് യു ഡു ദിസ് യു വിൽ നോട്ട് ഫേസ് എനി പ്രോബ്ലം. ഒൺലി തിങ് റിക്വയർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ഐഡൻറ്റിഫൈ കീവേഡ്സ് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ റിവൈസ് ചെയ്യുക 3 to 4 ടൈംസ്, നോട്ട് ലെസ് ദാൻ ദാറ്റ്. 3 to 4 ടൈംസ് അതിനെ റിവൈസ് ചെയ്തിരിക്കണേ. ദെൻ ഇറ്റ് വിൽ ബി സെറ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ഓൾവേസ് ചെക്ക് ദി എക്സാമ്പിൾസ് ഫ്രം മോഡ്യൂൾ. ഒരു കോണ്ടന്റ് നമ്മൾ വായിച്ചതിന് ശേഷം അതിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ടാവും. 2-3 എക്സാമ്പിൾ അല്ലെങ്കിൽ ഫുൾ എക്സാമ്പിൾ പെട്ടെന്ന് തന്നെ അന്നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കോൺസെപ്റ്റ് ഈ ഡെഫിനേഷൻ പറഞ്ഞത് എന്താണ് ഉദ്ദേശം, ഈ കീവേഡ്സിനെ എങ്ങനെ കണക്ട് ചെയ്യണം, അത് ഞങ്ങൾക്ക് അവിടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ചോദിക്കുക, എക്സാമ്പിൾ വരിക, അതൊന്നുമില്ല. ജസ്റ്റ് ആ ഡെഫിനേഷൻ ചെന്നാൽ ചിലപ്പോൾ ഞങ്ങൾ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ കോൺസെപ്റ്റ് ചിലപ്പം ഇതായിരിക്കുന്നില്ല പറഞ്ഞ ഉദ്ദേശ കാര്യം. ഓക്കെ, അതുകൊണ്ട് ആ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം ഞങ്ങൾക്ക് അവിടെ ക്ലാരിറ്റി കിട്ടും. സോ പ്ലീസ് ഡു ദാറ്റ്. സോ ഓൾവേസ് ചെക്ക് ദി എക്സാമ്പിൾ ഫ്രം ദ മോഡ്യൂൾ ഫോർ ഈച്ച് കോൺസെപ്റ്റ് so that clarity is developed on that section. ആ സെക്ഷൻ്റെ മുകളിൽ ആ ക്ലാരിറ്റി ഉണ്ടാവും ആൻഡ് ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. ഡോണ്ട് വറി. ആൻഡ് ലാസ്റ്റ്ലി റിമെമ്പർ, ഈ സബ്ജക്റ്റ് പുതിയതാണ്. ബിസിനസ് ലോ പുതിയൊരു സബ്ജക്റ്റാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും. ബിക്കോസ് 12th വരെ ഞങ്ങൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു സബ്ജക്റ്റാണ്. എല്ലാവർക്കും അത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. സോ ഇഫ് യു സ്റ്റഡി വിത്ത് ദിസ് technique you can score maximum marks. Okay, so that's all. ABC analysis ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. what you need to do, and module is the best thing that you can refer. past papers and RTP questions അതിന് ധാരാളമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. റിവിഷൻ ഈസ് കീ. 3 to 4 ടൈംസ് എന്തായാലും റിവൈസ് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഓൾ.
with this video. Hope you like this video. ഈ വീഡിയോ നിങ്ങൾ ധാരാളം ഷെയർ ചെയ്യുക. This is the first time I'm doing for some CA foundation. Usually I do for CA final. My height goes to CA final because lot of people are stuck in there or facing really stressful times over there. So I on the basis of request, I have made this video. So please like this video, maximum likes, and if you can possibly share with everyone, so that people can refer this techniques, and as well as it will be a growth to my channel as well. So hope you have liked this video. So do like my channel, do like and subscribe, and please press the bell icon so that you will get the notification when the latest video comes, because nowadays I'm not posting it very regularly, so I'm busy with my works and all, but I always keep doing the videos based on request and all, so that I know that you are liking the content, and I'll keep making the videos based on your likes as well. So stay tuned to watch the next video as well, which is soon to come. So keep liking and keep subscribing my channel as well. So until then, this is Amit signing off. Stay healthy, stay motivated, and stay healthy. Thanks for watching the video.